ക്രിസ്തുവിൻ പ്രകാശം ദൈവത്തിനു സ്തോത്രം. ക്രിസ്തുവിൻ പ്രകാശം ദൈവത്തിനു സ്തോത്രം. സമൃദ്ധമാം കാന്തി സരിത്തിൽ നീന്തി നീ സന്തുഷ്ടയാവുക ഭൂമി. നിത്യനാ ഭൂവന്റെ തേജസ്സു ചിന്തി ഭാസുര ഭംഗി കലർന്നു നീ മിന്നി. ഭൂമിയെ ചൂഴ്ന്നിടും കൂരിരുളാകെ മാഞ്ഞുപോയി ദീപ്തിയിലൊന്നൊഴിയാതെ ഇമ്മഹാദീപത്തിൻ മഞ്ജു നീലാവിൽ സമ്മോദം കൊള്ളുക സഭാംബിക മേന്മേൽ. അന്ധകാരത്തിൻ ഇരുൾമറ നീങ്ങി വൻപ്രഭാസുര ദീപ്തി പൊഴിക്കെ ദിവ്യ സഭാംബിക ഹർഷാരവത്താൽ ആഹ്ലാദ തുന്തിലയാകട്ടെ മേന്മേൽ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയം കർത്താവിങ്കലേക്ക് ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. ശക്തനദൃശ്യൻ ദൈവവുമാ നിത്യപിതാവിനും അവിടുത്തെ പൊൻസുതനേശു ക്രിസ്തുവിനും നിത്യനമസ്തുതി ചെയ്യുക നാം. ഹൃദയം നിറയുമൊരിമ്പമോടും അകതളിരിൽ നൽ സ്നേഹമോടും മധുരവചസ്സാൽ വാഴ്ത്തിടുക ഉചിതവും അപ്പോൾ യുക്തവുമാം. പാദത്തിൻ പിഴ കാരണമായി മർത്യനു വന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തന്റെ രക്തം ചിന്തിയൊഴിച്ച ശിക്ഷകളും അവിടുത്തെ തിരുരക്തത്താൽ വിശ്വാസികളുടെ വീടുകളെ ശുദ്ധീകരണം ചെയ്യുന്ന പെസഹാ തിരുനാളിതുതാൻ. പൂർവന്മാരാമിസ്രായേൽ മക്കളെ വിടുവിച്ചീജിപ്തിൽ അടിമത്തം വിട്ടെഴുന്നേൽക്കാൻ കഴിവോരാക്കിയ രാത്രിയുമേ കാൽനനയാതങ്ങവരെല്ലാം ചെങ്കടൽ തരണം ചെയ്തിടാൻ കാരണമാക്കിയ രാവിതുതാൻ മഞ്ജുള കാന്തി എഴുന്നതുമേ. പാപത്തിമിരം ദുർഗുണവും ക്രിസ്തീയരിൽ നിന്നൊഴിവാക്കി ദൈവവരാർപ്പണമേകുകയും ശുദ്ധിയുമായി ബന്ധി
കൂരിരുൾ നീക്കുകയും ചെയ്തൊരു മഹോന്നതമാം രാത്രമതാണീ വേളയിലും. മൃത്യുവതിന്റെ വിലങ്ങുകളെ തച്ചു തകർത്തു പരമ്പൊരുളാം ക്രിസ്തു ഉയർത്തൊരു രാത്രിയിലെ നിസ്തുല മോഹനമായതു താൻ. രക്ഷയതില്ലായിരുന്നുവെങ്കിൽ നിഷ്ഫലമായ ജന്മം പോലും ഞങ്ങളോടുള്ള വാത്സല്യമോർത്താൽ വദനാതീത സമുദ്രതുല്യം. എത്രയുയർന്ന കൃപാതിരേകം ഭാവനാതീതമാം സ്നേഹശീലം നീചനാമേഴയെ വീണ്ടുകൊള്ളുവാൻ സൂനുവേ അങ്ങു ബലി കഴിച്ചു. ക്രിസ്തുവിൻ മൃത്യുവാൽ ഭഗ്നമായി ആദത്തിൻ പാപങ്ങളാകമാനം രക്ഷകൻ ഭൂവിൽ പിറക്കുവാനായി ആവശ്യമാകുന്നു പാപമപ്പോൾ. ആകയാൽ രക്ഷകനാഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. ഈ രാവിൽ ശുദ്ധി അധർമ്മമെല്ലാം നേരായി തന്നെ തുരത്തിടുന്നു. പാപം കഴുകിക്കളഞ്ഞിടുന്നു, കേഴുവോർക്കാശ്വാസമേകിടുന്നു. ദുഷ്ടരെ നിർമ്മലരാക്കിടുന്നു, ഭൂസ്വർഗമേളന വേളയിതാ. മർത്യൻ ദൈവത്തിങ്കലൊന്നു ചേരും, മുഗ്ധനിശയും ഇതൊന്നു തന്നെ. തിരുസഭയിൽ നന്ദി പൂർവം തിരുമുൻപിൽ കാഴ്ചയണച്ചിടുന്നു. മഹിതമീ സായാഹ്ന ദീപയജ്ഞം കരുണയാൽ സ്വീകരിക്കണമേ നീ. പരമവിശുദ്ധനാം സ്വർഗ്ഗനാഥ അരുളണേ ആശീസ്സനുഗ്രഹങ്ങൾ. മലരിൽ നിന്നീച്ചകൾ ശേഖരിച്ച മെഴുകിത നൽകുന്നു ചേവടിയിൽ. സഭയിലെ വൈദികരാലേറ്റം വഴിപോൽ വിശിഷ്ട നിവേദ്യമായി. അതിനാലെ കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ, അവിടത്തെ നാമ മഹത്വത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരു കൈത്തിരി കൊല്ലാതെ കൂരിരുൾ നീക്കിടട്ടെ. മങ്ങാതെ കൂരിരുൾ നീക്കിടട്ടെ. എല്ലാവരും ചേർന്ന് പാടാം. ഞങ്ങൾ അവിടത്തെ നാമത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരു കൈത്തിരി കൂരിരുൾ നീക്കിടട്ടെ. മങ്ങാതെ കൂരിരുൾ നീക്കിടട്ടെ. നറുമണം പാറുന്ന യാഗമായിന്നിത് കരുതി നീ കഴിയണമേ. അനുവദിക്കേണമ യോവിൻ വിളക്കുമായി ലളിതമാനിത് കാന്തിയൊന്നായി. കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ, അവിടത്തെ നാമത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരു കൈത്തിരി
നീക്കിടട്ടെ, മങ്ങാതെ കൂരിൽ നീക്കിടട്ടെ. ഇതുമതിലോജ്വല ശോഭ ചൊരിയട്ടെ, പുലകാലമായതും കണ്ടിടട്ടെ. പാതാളത്തിന്നും മടങ്ങിയ സ്ഥാചലം കാണാതെ മാനവ വംശത്തിന്മേൽ അതിനാലെ കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ. അവിടത്തെ ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി കൂരി നീക്കിടട്ടെ. എല്ലാവരും ചേർന്ന് ജ്യോതിസായി ശോഭിക്കും നക്ഷത്രം നിൻ പ്രിയപുത്രനാം ക്രിസ്തുദേവൻ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു. മണ്ണിലും വിണ്ണിലും ദീപ്തിപൂർവം. കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ. അവിടത്തെ ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി നന്നാതെ കൂരിരുൾ നീക്കിടട്ടെ, നാദെ കൂരിരുൾ നീക്കിടട്ടെ. എല്ലാവർക്കും നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഉയർപ്പ് തിരുനാളിൽ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും എല്ലാ കഷ്ടതകളും ഞങ്ങൾ കാഴ്ചവെക്കുന്ന കർത്താവേ, അവയെല്ലാം അങ്ങയുടെ പീഡാസഹനത്തോട് ചേർന്ന് ലോകം മുഴുവനെയും വിശുദ്ധീകരണത്തിന് ഇടയാകുമാറാകട്ടെ. ഞങ്ങളുടെ ശുദ്ധീകരണത്തിനും ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പുതുസൃഷ്ടിയാകുന്നതിനും ഞങ്ങളെല്ലാവരും ഉത്ഥാന മഹോത്സവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ അനുഭവമായിട്ട് ഞങ്ങൾ മാറുന്നതിനും ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. എല്ലാവരും ചോദിച്ചു Praise the Lord, praise the Lord. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ ഉയർപ്പ് ജാഗരണ വിശദീകരണം മൂന്നാമത്തെ ദിവസം ഇപ്പോൾ തുടരുന്നു. ഇത് നമുക്കിതിൻ്റെ മുഴുവൻ ഗാനം ലഭിച്ചു. ഇത് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഓഡിയോ ആയിട്ട് വേണമെന്ന് ആഗ്രഹമുള്ളവർ എനിക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഈസ്റ്റർ സോങ് എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് ഇട്ടാൽ മതി. ഞാനിത് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരാം. ഇത് നിങ്ങൾ മുൻകൂട്ടി കേട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി പോകുന്നത് നന്നായിരിക്കും. ഈ ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും ഈ ഗാനം ആലപിച്ച് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്. വരുവിൻ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പെസഹ ജാഗരണത്തിലെ പെസഹ ആഘോഷണ ഗീതമെല്ലാം ഞാൻ കഴിഞ്ഞു. വചന പ്രഘോഷണത്തിൽ നമ്മൾ മനസ്സിലാക്കി 9 വായനകളാണുള്ളത്. അത് ചില സ്ഥലങ്ങളിൽ 9 വായിക്കാൻ സൗകര്യമില്ലെങ്കിൽ വായിക്കില്ല. പക്ഷേ എന്നിരുന്നാലും എത്ര ചുരുക്കിയാലും പുറപ്പാട് 14-ാം അധ്യായം വായിച്ചിരിക്കണം എന്നത് നമ്മൾ കേട്ടു. നമ്മൾ ഇന്നലെ ആ പുറപ്പാട് അങ്ങനെ ആ 3-ാം ഭാഗം കേട്ടു. 3-ാമത്തെ വായന നമ്മൾ വായിച്ചു. ഇനി നമ്മൾ 4-ാമത്തെ വായനയിലേക്കാണ് പോകുന്നത്. ആ 3-ാം വായനയ്ക്ക് ശേഷം ചെങ്കടലിലൂടെയുള്ള യാത്ര, അതിനുശേഷം നമ്മൾ ആ പ്രാർത്ഥന ഒന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. 3-ാം പാഠകത്തിന് ശേഷമുള്ള പ്രാർത്ഥന ഇതായിരുന്നു: ദൈവമേ, മുൻകാലങ്ങളിലെ അങ്ങേ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ഈ കാലയളവിലും മിന്നിത്തിളങ്ങുന്നതായി ഞങ്ങൾ അറിയുന്നു.
അങ്ങേ വലതുകരത്തിന്റെ ശക്തിയാൽ ഫറവോയുടെ പീഡനത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒരു ജനതയ്ക്ക് നൽകിയത് ഇപ്പോൾ നവജന്മത്തിന്റെ ജലം വഴി ജനതകളുടെ രക്ഷയായി അങ്ങ് നിർവഹിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ സമസ്ത ലോകവും അബ്രാഹത്തിന്റെ സന്തതികളായും ഇസ്രായേലിന്റെ മഹിമയായും രൂപാന്തരപ്പെടാൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി. അഥവാ മറ്റൊരു പ്രാർത്ഥന ഇതാണ്: ദൈവമേ, പൂർവകാലങ്ങളിൽ അങ്ങ് നിർവഹിച്ച അത്ഭുതങ്ങൾ പുതിയ നിയമത്തിന്റെ പ്രകാശത്താൽ വെളിപ്പെടുത്തിയല്ലോ. അതാണ് ആ പൂർവകാലങ്ങളിൽ നടന്ന അത്ഭുതത്തിൽ എങ്ങനെയാണ് ചെങ്കടലിൽ എങ്ങനെയാണ് അവർ ഇസ്രായേൽ ജനം രക്ഷിക്കപ്പെട്ടത്, അതെല്ലാം പുതിയ നിയമത്തിന്റെ പ്രകാശത്താൽ, അതായത് യേശുക്രിസ്തുവാകുന്ന പ്രകാശത്താലാണ്. അതാണ് നമ്മൾ ജാഗരണത്തിരിയിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കി. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. ഇന്നലകളിൽ പഴയ നിയമത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം യേശുക്രിസ്തുവിലൂടെ തന്നെയാണ് നടന്നതെന്ന് നാം മനസ്സിലാക്കണം. യേശുക്രിസ്തുവിന്റെ പ്രകാശം പഴയ നിയമത്തിൽ പ്രകാശിപ്പിച്ചു. കാരണം യേശുക്രിസ്തു അനാദി മുതലേ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. പുതിയ നിയമത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവാകുന്ന ആ പ്രകാശം ആദ്യം മുതലേ ഉള്ള പ്രകാശം തന്നെയാണ്. ഇത് മനസ്സിലാക്കുക എന്നതാണ് വലിയ ഒരു ജ്ഞാനം. അതുകൊണ്ടാണ് ഈ ജാഗരണ പ്രാർത്ഥനയിൽ, ജാഗരണ ശുശ്രൂഷയിൽ ആ പ്രകാശത്തെക്കുറിച്ചും അതിൻ്റെ ആരംഭത്തെക്കുറിച്ചും ആ പ്രകാശത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുമെല്ലാം വിശദമായ വായനകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ ജാഗരണത്തിന്റെ വായനകളെല്ലാം നമ്മൾ പള്ളിയിൽ വായിച്ചില്ലെങ്കിലും നമ്മൾ തന്നെ അതെല്ലാം വായിച്ച് അതിൽ പ്രവർത്തിച്ചത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്നെയാണ്. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും ഒരാൾ തന്നെയാണ് എന്ന് പൂർണ്ണമായി ഒന്ന് വിശ്വസിക്കാമോ? ഇപ്പോൾ ഒന്ന് വിശ്വസിച്ചേ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും നമ്മുടെ കർത്താവായ യേശു തന്നെയാണ്. ഇന്നലെയും ഇന്നും എന്നും അവൻ ആൽഫായും ഒമേഗായുമാണ്. അവൻ ഇന്ന് നമ്മളിൽ വസിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മളിൽ ഉയർത്തെഴുന്നേറ്റ് വസിക്കുന്ന കർത്താവ് തന്നെയാണ്. പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രകാശമുണ്ടായതും സകല സൃഷ്ടികളെയും സൃഷ്ടിച്ചതും അവർക്ക് ശ്വാസം നൽകിയതും അവർക്ക് ജീവൻ നൽകിയതും അവരെ പുനരുദ്ധരിച്ചതും ഇസ്രായേൽ ജനത്തെ അടിമത്വത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പദ്ധതി ഒരുക്കിയതും വിസ്മയനീയമായിട്ട് അബ്രാഹത്തിനോട് പറഞ്ഞു, 430 വർഷം നിന്റെ സന്തതികൾ അടിമത്വത്തിലായിരിക്കും, എന്നാൽ അവരെ ഞാൻ വിമോചിപ്പിക്കും. ആ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഫറവോയുടെ അടിമത്വത്തിൽ നിന്ന് ഒറ്റ രാത്രിക്ക് എങ്ങനെ അവരെ കൊണ്ടുവന്നു എന്നും ആ അടിമത്വത്തിന്റെ കാരണക്കാരായവരെ ഒറ്റ രാത്രി കൊണ്ട് എല്ലാവരെയും നശിപ്പിച്ചു എന്നും ഉള്ളത് ദൈവത്തിന്റെ വിസ്മയനീയമായ ശക്തിയല്ലേ? അതാണ് ദൈവമേ, പൂർവകാലങ്ങളിൽ അങ്ങ് നിർവഹിച്ച അത്ഭുതങ്ങൾ പുതിയ നിയമത്തിന്റെ പ്രകാശത്താൽ വെളിപ്പെടുത്തിയല്ലോ. അതുവഴി ചെങ്കടൽ പവിത്രമായ നീർത്തൊട്ടിയുടെ ആദിരൂപമായും, പവിത്രമായ നീർത്തൊട്ടി എന്ന് പറയുന്നത് മാമോദീസ തൊട്ടിലാണ്. ചെങ്കടൽ മാമോദീസ തൊട്ടിയുടെ ആദിരൂപമായും അടിമത്തത്തിൽ നിന്ന് വിമോചിതമായ ജനത ക്രൈസ്തവ ജനത്തിന്റെ അടയാളമായും തീർന്നുവല്ലോ. അങ്ങനെ സകല ജനതകളും വിശ്വാസത്തിന്റെ യോഗ്യതയാൽ ഇസ്രായേലിന്റെ വിശിഷ്ട ഭാഗ്യം സ്വീകരിച്ച് അങ്ങേ ആത്മാവിന്റെ പങ്കാളിത്തം വഴി നവജന്മം പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ.
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി. ആമേൻ, ആമേൻ. സ്നേഹമുള്ളവരെയും, ഇന്നലെ എനിക്ക് പറ്റിയ ഒരു തെറ്റ്, ഈ സങ്കീർത്തനങ്ങള് നമ്പറിലാണ് തെറ്റ്. ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന നമ്പർ അല്ല നമ്മളുടെ POC ബൈബിളിലുള്ള നമ്പർ. അതാണ് അത്. ഞാൻ ഇംഗ്ലീഷ് ഇന്നലെ വായിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലായെങ്കിൽ ഞാനത് മറന്നുപോയായിരുന്നു. എനിക്കത് വലിയൊരു തെറ്റ് പറ്റി, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഈ സങ്കീർത്തനം ഇപ്പോൾ 103 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നതെങ്കിലും അത് വാസ്തവത്തിൽ 104-ാം സങ്കീർത്തനമാണ്. ആ 104-ാം സങ്കീർത്തനത്തിന്റെ പ്രത്യേകത എന്താണ്? അതുപോലെ തന്നെ 15-ാം സങ്കീർത്തനമല്ല, 16-ാം സങ്കീർത്തനമാണ്. അപ്പോൾ വാസ്തവത്തിൽ 104-ാം സങ്കീർത്തനത്തെ ആണ് അതിന്റെ പ്രസക്തി. കാരണം അത് സൃഷ്ടിയെക്കുറിച്ചുള്ള ഭാഗമാണ്. 104-ാം സങ്കീർത്തനത്തിന്റെ 30-ാമത്തെ പദമാണ് പ്രതിവചന സങ്കീർത്തനം. അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. അപ്പോ ഇതാണ് ആ പ്രതിവചന സങ്കീർത്തനം. ആദ്യം മുതലുള്ള പ്രതിവചന സങ്കീർത്തനം അതാണ്. അപ്പൊ 104-ാം സങ്കീർത്തനം, Lord, send forth your spirit and renew the face of the earth. എന്നിട്ട് എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ ദൈവമായ കർത്താവേ അങ്ങ് അത്യുന്നതനാണ്, അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കും. അതാണ് ഈ ഉയർപ്പിൽ സംഭവിക്കുന്നത്. ഉയർപ്പിൽ സംഭവിക്കുന്നത് ഒന്ന്, അങ്ങയുടെ സൃഷ്ടി; രണ്ട്, അങ്ങ് അവയെ പുതിയ സൃഷ്ടിയാക്കി നവീകരിക്കുന്നു. ഇതാ ഒറ്റ സങ്കീർത്തനത്തിൽ പ്രവചിച്ചിരിക്കുന്നു. അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. പിന്നെ അടുത്തത്, യു ഫിക്സ് ദ എർത്ത് അപ്പോൺ ഇറ്റ്സ് ഫൗണ്ടേഷൻ, നോട്ട് ടു ബി മൂവ്ഡ് ഫോർ എവർ. With ocean as with garments you covered it, above the mountains of water stood. വസ്ത്രമെന്ന പോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു, കൂടാരമെന്ന പോലെ അവിടുന്ന് ആകാശത്തെ വിരിച്ചിരിക്കുന്നു. അങ്ങയുടെ മന്ദിരത്തിന്റെ തുലാങ്ങൾ ജലത്തിന്റെ മേൽ സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങ് വാനമേഘങ്ങളെ രഥമാക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്നു. അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. You send forth springs into the watercourse, and the wind among the mountains. Beside them the birds of heaven dwell. അവിടുന്ന് ഭൂമിയെ അതിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചു, അതൊരിക്കലും ഇളകുകയില്ല. അവിടുന്ന് വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് അതിനെ ആവരണം ചെയ്തു. വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. ഓക്കെ, അപ്പൊ ഇത് മതി. ഈ സങ്കീർത്തനമാണ് ഒന്നാമത്തെ വായനയ്ക്ക് ശേഷമുള്ള സങ്കീർത്തനം. രണ്ടാമത്തെ വായനയ്ക്ക് ശേഷമുള്ള സങ്കീർത്തനവും 16-ാം സങ്കീർത്തനമാണ്. 16-ാം സങ്കീർത്തനം നമുക്ക് പരിചിതമാണ്. ഈ സങ്കീർത്തനങ്ങൾ എത്ര അന്വർത്ഥമാണ്. 16-ാം സങ്കീർത്തനം, അതായത് കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ചും, കർത്താവാണ് നമ്മുടെ ഓഹരി. രണ്ടാം വായനയ്ക്ക് ശേഷം 16-ാം സങ്കീർത്തനമാണ്. ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ കർത്താവ്, അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും. ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ്.
അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശപ്തരാണ്. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയ ബലിയർപ്പിക്കുകയില്ല. ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. യു ആർ മൈ ഇൻഹെറിറ്റൻസ് ഓ ലോർഡ്. കർത്താവാണ് എൻ്റെ ഓഹരി. അതാണ് അബ്രാഹാം വിശ്വസിച്ചത്. കർത്താവ് തന്നെ നമുക്കെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ബലിക്കുള്ള മൃഗത്തെ ആര് തരും? കർത്താവ് തന്നെ തരും. കർത്താവാണ് എൻ്റെ ഓഹരിയും. പിന്നെ തുടർന്ന് കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. ഈശോ പീഡ സഹിക്കുന്ന സമയത്തും ഈശോ പാടുകയാണ്, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിൽ. അവിടെ നിന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗമാനന്ദം കൊള്ളുകയും ചെയ്യുന്നു. പിന്നെ അടുത്തതാണ്, കണ്ടോ, ഇതാണ് ഉയർപ്പിനെ കുറിച്ചുള്ള പ്രവചനം. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധം ജീർണിക്കാൻ അനുവദിക്കുകയില്ല. കണ്ടോ, ഈശോയുടെ ഉയർപ്പിനെ കുറിച്ചുള്ള പ്രവചനമാണ്. അതാണ് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത്. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. അവിടെ എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധം ജീർണിക്കാൻ അനുവദിക്കുകയില്ലല്ലോ. അപ്പോൾ ഈ 16-ാം സങ്കീർത്തനം നമ്മൾ ഈ ദിവസങ്ങളിൽ പാടി ഈ പ്രവചനമെല്ലാം ഈശോയ്ക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച ഈ സങ്കീർത്തനം പൂർത്തിയായി. ഇനി 3-ാം വായനയ്ക്ക് ശേഷമുള്ള സങ്കീർത്തനം അത് എക്സോഡസ് 15-ആണ്. പുറപ്പാട് 15-ൽ മോശയും കൂട്ടരും വിജയാഹ്ലാദ ഗീതം ആലപിക്കുകയാണ്. വിജയാഹ്ലാദം, അതാണ് അത്. ഇന്നലെ നമ്മൾ അത് തന്നെ വായിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത വായനയിലേക്ക് പോകാം. അടുത്ത വായന ഏഷ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. 4-ാം പാഠകം ഏഷ്യാ 54:5-14. അതിനുശേഷം ഈ മിസലിൽ എഴുതിയിരിക്കുന്നത് 29-ാം സങ്കീർത്തനം എന്നാണ്. പക്ഷെ 29 അല്ല, അത് 30-ാം സങ്കീർത്തനമാണ്. അപ്പോൾ ഏഷ്യാ പ്രവചനം വായിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള സങ്കീർത്തനം 30-ാം സങ്കീർത്തനമാണ്. അത് കഴിഞ്ഞ് ഉള്ളത് ഏഷ്യായുടെ തന്നെ ഗീതമാണ്. ഏഷ്യാ പ്രവചനം വായിക്കാൻ പോവുകയാണ്. 54-ാം അധ്യായം 5 മുതൽ 14 വരെ. ഏഷ്യാ 54:5 എല്ലാവർക്കും സുപരിചിതമാണ്. നിന്റെ കർത്താവ് തന്നെയാണ് നിന്റെ ഭർത്താവ് എന്നെല്ലാം പറയുന്ന ഭാഗമാണ്. ഇസ്രായേൽ ജനത്തിനെ ദൈവം രക്ഷിച്ചു. ആ രക്ഷിച്ച ജനം വീണ്ടും അടിമത്തത്തിലേക്ക് പോയി. ആ പശ്ചാത്തലത്തിലാണ് ഈ പ്രവാചകന്മാരെ അയച്ചെന്നത് അവരെ രക്ഷിക്കാൻ. കർത്താവ് ഇത്രയും വാത്സല്യപൂർവ്വം രക്ഷിച്ചുവെങ്കിലും അവർ ദൈവത്തിൻ്റെ അനുസരിക്കാതെ അവർ വീണ്ടും തിന്മയിൽ ജീവിച്ചു. അതാണ് അവരിലൂടെ അവരുടെ ജീവിതത്തിൻ്റെ ആ രഹസ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൂർണ്ണമായ ഒരു രക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അവർ പ്രമാണങ്ങളെല്ലാം അനുസരിക്കാൻ അവർക്ക് സാധിച്ചില്ല. മോശയുടെ കൽപ്പനകളും എല്ലാം നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ആ കൽപ്പനകൾ അനുസരിക്കാൻ സാധിക്കില്ല. അതാണ് നമ്മളുടെ പുതിയ നിയമത്തിൽ മനസ്സിലാക്കുന്നത്. കൽപ്പനകളിലൂടെ അല്ല രക്ഷ.
കൽപ്പന പാലിക്കുന്നതിലൂടെയും അല്ല രക്ഷ, മറിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നമ്മുടെ പാപങ്ങൾക്ക് യേശുക്രിസ്തു പരിഹാരം ചെയ്ത് നമ്മളെ സ്വന്തമാക്കി നമ്മളെ ദൈവത്തിൻ്റെ വധുവാക്കി മാറ്റുന്നു. ആ പോയിന്റ് എടുക്കണം നമ്മൾ ഈ ഏഷ്യ പ്രവചനം വായിക്കുമ്പോൾ. അപ്പൊ ഏഷ്യ 54 എന്ന് പറയുന്നത് ഏഷ്യ 53 നടന്ന ഈശോയുടെ പീഠാനുഭവം കഴിഞ്ഞതിന് ശേഷമുള്ള വിജയമാണ് ഏഷ്യ 54. ഏഷ്യ 52, 53 ഈശോയുടെ പീഠാനുഭവത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. കർത്താവിൻ്റെ ദാസൻ അത് കഴിഞ്ഞു. അങ്ങനെ ഈശോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചു, നമ്മെ രക്ഷിച്ചു. ഇത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് ദൈവനീതി. ദൈവനീതി എന്ന് പറയുന്നത് മനുഷ്യന്റെ കൽപ്പനകളുടെ പാലനത്തിലൂടെ അല്ല ദൈവം മനുഷ്യരെ നീതീകരിക്കുന്നത്, മറിച്ച് യേശു ക്രിസ്തുവിനെ തന്റെ പുത്രനെ അയച്ചുകൊണ്ട് പുത്രൻ നമുക്ക് വേണ്ടി പീഡ അനുഭവിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമ്മളെ ദൈവത്തിൻ്റെ മണവാട്ടിയാക്കി മാറ്റി. അതാണ് ഇവിടുത്തെ വിഷയം. ഏഷ്യ 54:5 മുതൽ നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ. ഭൂമി മുഴുവന്റെയും ദൈവമെന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. പരിത്യക്തയായ യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെ പോലെ സന്തപ്ത ഹൃദയായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നു എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തുരച്ചു വിളിക്കും. കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു. എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും എന്ന് നിന്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു. നോഹയുടെ കാലം പോലെയാണ് ഇത് എനിക്ക്. അവന്റെ കാലത്തെന്ന പോലെ ജലം ഭൂമിയെ മൂടുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. കേട്ടോ, നോഹയുമായിട്ടുള്ള ശപഥം, ഇനി ഒരു ജലപ്രളയം ഉണ്ടാകില്ല മനുഷ്യരെ നശിപ്പിക്കാൻ എന്ന് ശപഥം ചെയ്തു. അതാണ് ആ മഴവില്ലെല്ലാം സ്ഥാപിച്ചത്. നോഹയുടെ കാലം പോലെയാണിത് എനിക്ക്. അവന്റെ കാലത്തെന്ന പോലെ ജലം ഭൂമിയെ മൂടുകയില്ല. അതായത് ഇസ്രായേൽ ജനം ദൈവത്തെ അനുസരിക്കാതെ വിഗ്രഹങ്ങളെ പൂജിച്ചുകൊണ്ട് ജീവിച്ചപ്പോൾ അവർ ബാബിലോണിലെ അടിമത്വത്തിൽ വീണ്. അങ്ങനെ അവർക്കിനി രക്ഷയില്ല. പക്ഷെ ദൈവം അവരെ നശിപ്പിച്ചില്ല, ദൈവം അവരെ ശിക്ഷിച്ചില്ല. ഏതുപോലെ നോഹയുടെ കാലത്തെന്ന പോലെ ദൈവം അവരെ ശിക്ഷിച്ചില്ല. മറിച്ച് നോഹയോട് കർത്താവ് അരുളി ചെയ്യുന്നു, ഇനി ഒരു ജലപ്രളയം ഞാൻ ഉണ്ടാക്കില്ല നശിപ്പിക്കാൻ, എന്നാൽ രക്ഷിക്കാനുള്ള ഒരു ജലപ്രളയം ഞാൻ ഉണ്ടാക്കും, പരിശുദ്ധാത്മാവിലൂടെയുള്ള ഒരു ജലപ്രളയം. അതാണ് നോഹയുടെ കാലം പോലെയാണ് ഇതെനിക്ക്. അവന്റെ കാലത്തെന്ന പോലെ ജലം ഭൂമിയെ മൂടുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. അതുപോലെ നിന്നോടൊരിക്കലും കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു. അതാണ് ഈ രക്ഷ. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ, ഇന്ദ്രനീരം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജന കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും. ഞാൻ നിന്റെ താഴികക്കുടങ്ങൾ പത്മരാഗം കൊണ്ടും വാതിലുകൾ പുഷ്യരാഗം കൊണ്ടും ഭിത്തികൾ രക്തം കൊണ്ട് നിർമ്മിക്കും. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും.
നീതിയിൽ നീ സുസ്ഥാപിതയാകും. അതാണ് ദൈവനീതി. മർദ്ദന ഭീതി നിന്നെ തീണ്ടുകയില്ല, ഭീകരത നിന്നെ സമീപിക്കുകയില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്തുതി. ഓക്കെ, അപ്പൊ ഇതാണ് ദൈവത്തിന്റെ വചനം. ഇനി സങ്കീർത്തനം 30 ഇതിന്റെ സങ്കീർത്തന ഭാഗം. അത് ഇതുപോലെ തന്നെ വിജയഗീതമാണ്. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി. 30 സങ്കീർത്തനം. കർത്താവെ, ഞാനങ്ങേ പാടിപ്പുകഴ്ത്തും, അവിടെ എന്നെ രക്ഷിച്ചു. എന്റെ ശത്രു എന്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കിയില്ല. എന്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയോട് വിളിച്ചപേക്ഷിച്ചു, അവിടെ എന്നെ ഞാൻ സുഖപ്പെടുത്തുകയും ചെയ്തു. കർത്താവെ, അവിടെ എന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി, മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു. കണ്ടോ, കർത്താവിന്റെ ഉയർപ്പാണത്. കർത്താവിന്റെ വിശുദ്ധരെ, അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ, അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി. ഞാനൊരിക്കലും കുലുങ്ങുകയില്ലെന്ന് ഐശ്വര്യകാലത്തു ഞാൻ പറഞ്ഞു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായ പർവ്വതത്തെ പോലെ ഉറപ്പിച്ചിരുന്നു. അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി. കർത്താവേ, അങ്ങയോട് ഞാൻ നിലവിളിച്ചു, ഞാൻ കർത്താവിനോട് യാചിച്ചു. ഞാൻ പാതാളത്തിൽ പതിച്ചാൽ എന്റെ മരണം കൊണ്ടെന്ത് ഫലം? ധൂളി അങ്ങയെ വാഴ്ത്തുമോ? അതങ്ങയുടെ വിശ്വസ്തതയെ പ്രഘോഷിക്കുമോ? കർത്താവേ, എന്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, അവിടെ നിന്നെ സഹായിക്കണമേ. അവിടെ നിന്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. പ്രൈസ് ദ ലോർഡ്. അതാണ് ഇസ്രായേൽ ജനം 70 വർഷത്തെ അടിമത്തത്തെ കർത്താവ് ഇതാ അവരെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് അവരുടെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. ഇതെല്ലാം വിശ്വസിക്കുവിൻ. നമ്മൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിലെ ഭയാനകമായ കഷ്ടതകളെ കുറിച്ച്. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ കഷ്ടതകളെല്ലാം ദൈവം അനുവദിച്ചു. ഇനി അത് കർത്താവ് ആനന്ദ നൃത്തമാക്കി മാറ്റുമെന്ന് വിശ്വസിക്കൂ. എന്നിട്ട് അത് കർത്താവിനെ ഏൽപ്പിക്കൂ. കർത്താവ് തന്റെ ശരീരത്തിൽ അത് ഏറ്റെടുത്ത് മരിച്ച് അടക്കി ഉയർപ്പിക്കും. അവിടെ നിന്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. അവിടെ എന്റെ ചാക്കു വസ്ത്രമണിച്ച് ആനന്ദമണിയിച്ചു. ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടി പുകഴ്ത്തും. ദൈവമായ കർത്താവേ, ഞാൻ അങ്ങേക്കെന്ന് നന്ദി പറയും. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി. ഇനി പ്രാർത്ഥനയാണ്. 4ാം വായന കഴിഞ്ഞതിന് ശേഷമുള്ള പ്രാർത്ഥനയിലേക്ക് കടക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ നാമത്തിന്റെ മഹത്വത്തിനായി പൂർവപിതാക്കന്മാരുടെ വിശ്വാസത്തെ പ്രതി അവരോട് വാഗ്ദാനം ചെയ്തത് സഫലീകരിക്കുകയും പാവനമായ ദത്തെടുപ്പിലൂടെ വാഗ്ദാനത്തിന്റെ മക്കളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങനെ മുൻകാല വിശുദ്ധർ ഭാവിയെപ്പറ്റി സംശയിക്കാതിരുന്നതിൽ
ഭൂരിഭാഗവും ഇതിനകം പൂർത്തീകരിക്കപ്പെട്ടതായി സഭ ഗ്രഹിക്കുമാറാകട്ടെ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി. തുടർന്ന് 5-ാം പാഠകം യെശയ്യാ തന്നെ 55:1-11. അതിനുശേഷം യെശയ്യാ 12-ാം അധ്യായം. ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ആഹാരത്തിന് വേണ്ടിയല്ലാതെ എന്തിന് പണം മുടക്കുന്നു? സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു? എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക, നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. എന്റെ അടുക്കൽ വന്ന് എന്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. ഇതാ, ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവിന് അധിപനുമാക്കിയിരിക്കുന്നു. നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും. നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൂടും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ്, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടത്തെ വിളിക്കുവിൻ. ദുഷ്ടൻ തന്റെ മാർഗവും അധർമ്മി തന്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ. അവിടത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കിലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ എന്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എന്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. കർത്താവിന്റെ വചനം. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ പുതിയ നിയമത്തിൻ്റെ ആ അവസ്ഥാവിശേഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചിട്ടും അതനുസരിക്കാതെ ജീവിച്ച ആ അവസ്ഥ കൊണ്ടാണ് അവർ അടിമത്വത്തിൽ വീണത്. അവരെ കർത്താവ് രക്ഷിച്ചു വന്നിരിക്കുന്നു. ഇനി അവരോട് കർത്താവ് അരുളി ചെയ്യുകയാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്ന കൂദാശകൾ, അതാണ് ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, ഭക്ഷിക്കുവിൻ, പാനം ചെയ്യുവിൻ. അത് സഭയിൽ നൽകുന്ന കൂദാശകളെ കുറിച്ചാണ്. അതോടൊപ്പം നമ്മുടെ ചിന്തകൾ, നമുക്കറിയാം, പത്രോസിനോട് കർത്താവ് പറഞ്ഞു, സാത്താനെ എൻ്റെ പുറകെ പോവുക. എന്താണ് പത്രോസിനുണ്ടായ സാത്താൻ? നിന്റെ ചിന്ത മാനുഷികമാണ്, ദൈവികമല്ല. എന്താണ് നമ്മുടെ മാനുഷിക ചിന്തയും ദൈവിക ചിന്തയും തമ്മിലുള്ള വ്യത്യാസം? അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ചിന്തകൾ, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. എന്താ വ്യത്യാസം? ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതേക്കാൾ ഉന്നതമത്രേ. ഇന്ന് ലോകം മുഴുവൻ്റെയും പ്രശ്നം, നമ്മുടെയും ശുശ്രൂഷ ചെയ്യുന്നവരും, എന്തിനു പറയുന്നു, ബിഷപ്പുമാരും വൈദികരും സന്യസ്തരും, ഇവരെല്ലാവരുടെയും പ്രശ്നം ചിന്തകളാണ്. മാനുഷികമായ ചിന്തയിൽ കുടുങ്ങിക്കിടക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പത്രോസ് എന്ന ആദ്യ മാർപ്പാപ്പയോട് തന്നെ പറയുകയാണ്, സാത്താനെ
എൻ്റെ പിന്നാലെ പോവുക. നിന്റെ ചിന്ത മാനുഷികമാണ്, ദൈവികമല്ല. എന്നാൽ അതിന് തൊട്ടു മുമ്പ് ദൈവികമായ കാര്യം പറഞ്ഞതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ഒരു പരിശോധന നടത്തണം. നമ്മുടെ മാനുഷിക ചിന്ത കൊണ്ട് പരിശോധിച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ പരിശോധിക്കണം. മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നത് പോലെ എന്റെ വചനം, ആകാശത്ത് നിന്ന് വരുന്ന എന്റെ വചനം നിങ്ങളുടെ ആത്മാവിൽ എന്റെ ചിന്തകളെ ജനിപ്പിക്കും. വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ധാന്യവും നൽകും. വിതയ്ക്കാൻ വിത്ത് എന്ന് പറയുന്നത് ശുശ്രൂഷ ജീവിതമാണ്. എല്ലാവർക്കും ഒരു ശുശ്രൂഷ ജീവിതമുണ്ട്. ആ ശുശ്രൂഷ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ല. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യാൻ ഓരോരുത്തർക്കും വിളിയുണ്ട്. അതാണ് വിതയ്ക്കാൻ വിത്ത്, പിന്നെ ഭക്ഷിക്കാൻ ധാന്യം. എന്നാൽ ഇതെല്ലാം അവിടുത്തെ വചനത്തിലുണ്ട്. ആ വചനത്തിന്റെ ദൈവിക അർത്ഥം മനസ്സിലാക്കാതെ മാനുഷിക അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ അന്ധരായിത്തീരുന്നു. അതാണ് ഇന്നത്തെ അവസ്ഥ. എല്ലാവരും ഭൗതികമായ ഒരു നേട്ടത്തിനായി പരക്കം പായുന്നു. ഭക്ഷണത്തിനും ശരീരത്തിന്റെ ആഹാരം, ശരീരത്തിന് വേണ്ട ആഹാരമാണ്. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ദൈവീകമായ ആഹാരമാണ്. അതാണ് ദാഹാർത്തരെ എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഉയർപ്പ് തിരുനാൾ സമയത്ത് നമ്മുടെ ചിന്തകളെ ദൈവത്തിലേക്ക് ഉയർത്തുവിൻ. നമ്മൾ ഓരോ കുർബാനയിലും പ്രാർത്ഥിക്കുന്നു, എൻ്റെ വിചാരങ്ങൾ അങ്ങയിലേക്ക് ഉയർത്തുന്നു. നമ്മൾ ലോകത്തിൻ്റെതായ ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ദൈവിക ചിന്തയെ നമുക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. സ്നേഹമുള്ളവരെ, ഒന്ന് തീരുമാനിക്കുക, ദൈവമേ എന്നോട് സംസാരിക്കണമേ, എന്താണ് എന്നെ കുറിച്ചുള്ള നിന്റെ ചിന്ത? ആണ് കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. കർത്താവേ, അങ്ങയുടെ ചിന്തകൾ അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളുടെ ആത്മാവിലേക്ക് ഒഴുകണമേ. നമ്മൾ ഈ പെസഹാ രാത്രിയിൽ കാണും, അബ്രാഹത്തിനോട് കർത്താവ് പറയുകയാണ്, നിന്റെ മകനെ നീ ബലിയർപ്പിക്കുക. മാനുഷികമായി ചിന്തിക്കുകയോ? മാനുഷികമായി ചിന്തിച്ചില്ല, മറിച്ച് അബ്രാഹം ദൈവികമായി ചിന്തിക്കുന്നു. അബ്രാഹം ചിന്തിച്ചു, എന്റെ ദൈവം എന്നോട് അരുളി ചെയ്തത് ദൈവം നിറവേറ്റും. എന്നാൽ ഞാൻ ദൈവത്തെ അനുസരിക്കണം. ഞാൻ എൻ്റെ മകനെ ബലികഴിച്ചാലും എന്റെ ദൈവത്തിന് അവനെ ഉയർപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ? അതുപോലെ തന്നെ മോശയോട് പറഞ്ഞു, ചെങ്കടലിലൂടെ ജനങ്ങളെ രക്ഷിച്ചത് എല്ലാം മാനുഷിക ചിന്തയാണോ അവിടെ പ്രവർത്തിച്ചത്? മോശയ്ക്കെതിരെ കുറെ പേരുകൾ ആഞ്ഞടിച്ചു, നീ എന്ത് കള്ളപ്രവാചകനാണ്, എന്തിനാണ് ഞങ്ങളെ ഈ ചെങ്കടൽ ഇതിലെ കൊണ്ടുവന്നത്? ഇതാ പുറവശത്ത് ഈജിപ്തിന്റെ സൈന്യം, മുൻപിൽ ചെങ്കടൽ, ഞങ്ങൾ എന്ത് ചെയ്യും? കണ്ടോ? മാനുഷികം. എന്നാൽ മോശ ചിന്തിക്കുന്നത് കർത്താവിന്റെ ചിന്തയാണ്, കർത്താവിന്റെ ശക്തിയാണ്. കർത്താവിന്റെ ശബ്ദം പറയുകയാണ്, ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ഈജിപ്തുകാരെ നാളെ കാണുകയില്ല. മോശയോട് കർത്താവ് പറയാണ്, നീ എന്താണ് നോക്കി നിൽക്കണേ? നിന്റെ വടി സമുദ്രത്തിലേക്ക് നീട്ടൂ, ഇപ്പോൾ സമുദ്രം രണ്ടായി വിഭജിക്കും. മാനുഷികമാണോ ഇത്? മോശ ഉടനെ ചെങ്കടലിലേക്ക് തന്റെ വടി നീട്ടുന്നു. കണ്ടോ? അങ്ങനെ ചെങ്കടൽ രണ്ടായി മാറും. ഇതെല്ലാത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത്, ഇതെല്ലാം ദൈവം മനുഷ്യരിലൂടെ പ്രവർത്തിച്ച കാര്യമാണ്. അബ്രാഹവും നമ്മളെ പോലെയുള്ളൊരു മനുഷ്യനാണ്, മോശയും നമ്മളെ പോലെയുള്ളൊരു മനുഷ്യരാണ്. എന്നാൽ അവരെല്ലാവരുടെയും ചിന്ത
ദൈവികമാണ് ചിന്ത. അവർ തളർന്നില്ല, അവർ വിശ്വാസത്തിൽ പിടിച്ചു നിന്നു. എന്നാൽ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് അതിനേക്കാൾ വലിയ വിശ്വാസമാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. എബ്രായ ലേഖനം 12:2. അബ്രാഹവും മോശയും എല്ലാം വിശ്വസിച്ചുവെങ്കിലും വാഗ്ദാനം ചെയ്തത് അവർക്ക് ലഭിച്ചില്ല. അത് നമുക്കാണ് ലഭിച്ചത്. അതുകൊണ്ട് നിങ്ങൾ യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടുക. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടുക. യേശുവിന്റെ ചിന്ത, യേശുവിന്റെ വചനം, യേശുവിന്റെ ഉയർപ്പ് നമ്മളിൽ പൂർണ്ണമാകുമ്പോൾ, നമ്മൾ മറ്റൊരു യേശുക്രിസ്തുവായി മാറുമ്പോൾ മാത്രമേ ക്രിസ്ത്യാനിയാകുന്നുള്ളൂ. ഇത് ഈ ഉയർപ്പ് തിരുനാളിൽ നമ്മൾ അവകാശപ്പെട്ട് വാങ്ങണം. ഞാൻ മറ്റൊരു ക്രിസ്തുവാണ്. എന്റെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏശയ്യാ 55 ഗീതം ഏശയ്യാ 12 അത് മനോഹരമായ ഗീതമാണ്. ഏശയ്യാ 12 കൃതജ്ഞതാ ഗീതമാണ്. അന്ന് നീ പറയും, കർത്താവേ, അങ്ങേക്ക് ഞാൻ നന്ദി പറയും. അങ്ങ് എന്നോട് കോപിച്ചിരുന്നെങ്കിലും അങ്ങയുടെ കോപം നീങ്ങുകയും അങ്ങ് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഇതാ ദൈവമാണ് എന്റെ രക്ഷ, ഞാൻ അങ്ങിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്നാൽ ദൈവമായ കർത്താവ് എന്റെ ബലവും എന്റെ ഗാനവുമാണ്. അവിടുന്ന് എന്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ആ നാളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിന് സ്തുതി പാടുവിൻ. അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയിലെല്ലാം ഇത് അറിയട്ടെ. സിയോൻ വാസികളെ തട്ടഹസിക്കുവിൻ. സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനി 5-ാം പാഠകത്തിന് ശേഷമുള്ള പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ ഏക പ്രത്യാശയും സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ പ്രവാചകന്മാരുടെ പ്രഘോഷണം വഴി ഇക്കാലയളവിലെ രഹസ്യങ്ങൾ അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. അങ്ങേ ജനത്തിന്റെ അഭിലാഷങ്ങൾ പ്രീതിപൂർവം തീഷ്ണതരമാക്കണമേ. എന്തെന്നാൽ അങ്ങേ പ്രചോദനത്താലല്ലാതെ ഒരു വിശ്വാസിയുടെയും ഒരു തരത്തിലുള്ള സുഹൃത്ത് വളർച്ചയും കൈവരുന്നില്ലല്ലോ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി. എത്ര മനോഹരമാണ് ഈ പ്രാർത്ഥന. ഞാനൊന്നുകൂടി പ്രാർത്ഥിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ ഏക പ്രത്യാശയും. മനസ്സിലായോ? എന്തുകൊണ്ടാണ് നമ്മൾക്ക് പ്രശ്നങ്ങൾ? നമ്മൾ ലോകത്തിന്റെ ലൗകികമായ കാര്യങ്ങളിൽ പ്രത്യാശ വയ്ക്കുന്നു. ലോകത്തിന്റെ ഏക പ്രത്യാശയും സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ പ്രവാചകരുടെ പ്രഘോഷണം വഴി ഇക്കാലയളവിലെ രഹസ്യങ്ങൾ അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, അങ്ങയുടെ പ്രവാചകരിലൂടെ ഈ കാലഘട്ടത്തിലെ കാര്യങ്ങൾ അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. അങ്ങേ ജനത്തിന്റെ അഭിലാഷങ്ങൾ പ്രീതിപൂർവം തീഷ്ണതരമാക്കണമേ. എന്തെന്നാൽ അങ്ങേ പ്രചോദനത്താൽ അല്ലാതെ, അതായത് അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ അല്ലാതെ ഒരു വിശ്വാസിയുടെയും ഒരു തരത്തിലുള്ള സുഹൃത വളർച്ചയും കൈവരുന്നില്ലല്ലോ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഉയർപ്പ് ജാഗരണത്തിൽ കൂടെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ സുഹൃത വളർച്ചയ്ക്ക് കാരണമാകേണ്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ. ഇനി
ആറാം പാഠകത്തിലേക്ക് പ്രവേശിക്കാം. ആറാം പാഠകം ജ്ഞാനത്തിന്റെ ഉറവിടം ബാറൂഖ്. 3-ാം അധ്യായം 9, 15, 32 മുതൽ 4 വരെയും പിന്നെ 4-ാം അധ്യായവും. 4-ാം അധ്യായം മുഴുവനുണ്ടോ? ഇല്ല. 32, 4. അതിനുശേഷമുള്ള സങ്കീർത്തനം 42-ാം സങ്കീർത്തനമുണ്ട്. ഇവിടെ 19-ാം സങ്കീർത്തനമാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ബാറൂഖ് വായിക്കാം. ബാറൂഖ് 3-ാം അധ്യായം 9 മുതൽ 15 വരെ യഥാർത്ഥ ജ്ഞാനം ആണ്. ആദ്യം 9 മുതൽ 15 വരെ, പിന്നെ 32 മുതൽ 4-ാം അധ്യായം 4. ഇസ്രായേലേ, ജീവന്റെ കൽപ്പനകൾ കേൾക്കുക, ശ്രദ്ധാപൂർവം ജ്ഞാനമാർജിക്കുക. ഇസ്രായേലേ, നീ ശത്രുരാജ്യത്ത് അകപ്പെടാൻ എന്താണ് കാരണം? വിദേശത്ത് വെച്ച് വാർദ്ധക്യം പ്രാപിക്കുന്നത് എന്തുകൊണ്ട്? മൃതരോടൊപ്പം അശുദ്ധരാകാൻ കാരണമെന്ത്? പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം നീ ഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ജ്ഞാനത്തിന്റെ ഉറവിടം നീ പരിത്യജിച്ചു. കണ്ടോ, ജ്ഞാനത്തിന്റെ ഉറവിടം. ഇത് ജെറമിയ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. എൻ്റെ ജനം 2 തിന്മ ചെയ്തു. അവര് ജീവജലത്തിന്റെ ഉറവയായ എന്നെ പരിത്യജിച്ചു. അതിന് പകരം പൊട്ടക്കിണർ. അപ്പൊ ഇതെല്ലാം വെറും വചനമായിട്ട് കണക്കാക്കിയാൽ പോരാ. ഇത് ഇസ്രായേലിന്റെ അവസ്ഥയാണ്. ഇസ്രായേലിന് ദൈവം കൽപ്പനകളെല്ലാം കൊടുത്തുവെങ്കിലും അതിന് കൽപ്പന കൊടുക്കുന്നതിന് മുമ്പ് അവരോട് ഒരു വാക്ക് പറഞ്ഞു: നിങ്ങൾ എന്നെ ശ്രമിക്കണം, ഞാൻ പറയുന്ന മാർഗത്തിലൂടെ പോകാവൂ. പക്ഷെ അവർ ശ്രമിച്ചില്ല. അതുകൊണ്ട് അവരുടെ നടപ്പ് പുറകോട്ടായിരുന്നു. ജെറമിയ 27:23 പുറകോട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും അടിമത്വത്തിലേക്ക് പോയി. പുറകോട്ട് അവർ അടിമത്വത്തിൽ നിന്ന് വന്നു ആ സ്ഥലത്ത്, അതുപോലെ അതിനേക്കാൾ ഭയാനകമായ അടിമത്വത്തിലേക്ക് പോയി. ഇന്ന് ലോകം മുഴുവന്റെ അവസ്ഥ ഇതുപോലെ തന്നെയാണ്. ലോകം മുഴുവനും ദൈവത്തെ ശ്രമിക്കാതെ മാനുഷികമായ ചിന്തകളിലൂടെ മനുഷ്യന്റെ ബുദ്ധിയിലും മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നുള്ള മനുഷ്യന്റെ ഹൃദയത്തിലുള്ള മാനുഷികമായ ചിന്തകളിലൂടെ നീങ്ങുമ്പോൾ അവർ വീണ്ടും അടിമത്തത്തിലേക്ക് പോവുകയാണ്. ജ്ഞാനത്തിന്റെ ഉറവിടം നീ പരിത്യജിച്ചു. അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് വീണ്ടും കർത്താവ് ഓരോ വിശ്വാസികളുടെയും പ്രവാചകരായി വിളിച്ചിരിക്കുന്നത്. ഈ ലോകം മുഴുവനെയും രക്ഷിക്കുന്നത് ഈശോ മിശിഹായുടെ ശുശ്രൂഷയിലൂടെ ക്രിസ്ത്യാനികളായ നാം എല്ലാവരിലും ജെറമിയായെയും ഏശയ്യായെയും എസെക്കിയലിനെയും പോലെ പ്രവാചക ദൗത്യം നൽകിക്കൊണ്ടാണ്. അതാണ് ഈ കാലഘട്ടത്തിലെ പ്രധാന കാര്യം. ജ്ഞാനത്തിന്റെ ഉറവിടം നീ പരിത്യജിച്ചു. ദൈവത്തിന്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ നീ എന്നേക്കും സമാധാനത്തിൽ വസിക്കുമായിരുന്നു. ജ്ഞാനവും ശക്തിയും വിവേകവും എവിടെയുണ്ടെന്ന് അറിയുക. ബാറൂഖ് 3:13-14. ജ്ഞാനവും ശക്തിയും വിവേകവും എവിടെയുണ്ടെന്ന് അറിയുക. ദീർഘായുസ്സും ജീവനും സമാധാനവും കണ്ണുകൾക്ക് പ്രകാശവും എവിടെയുണ്ടെന്ന് അപ്പോൾ നീ ഗ്രഹിക്കും. അവരുടെ നികേതനം ആരാണ് കണ്ടെത്തിയത്? അതായത് ജ്ഞാനത്തിന്റെ. ആരവരുടെ കലവറയിൽ പ്രവേശിച്ചിട്ടുണ്ട്? ജനതകളുടെ രാജാക്കന്മാർ എവിടെ? എത്ര വചനം വരെയാണത്? 3:15. ഇനി 32 മുതൽ 4:4 വരെ. ഇങ്ങനെ അവിടുന്ന് പ്രകാശം അയക്കുന്നു, അത് പോകുന്നു. അവിടുന്ന് വിളിച്ച് ഭയത്തോടുകൂടി അത് അനുസരിച്ചു. നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവിടുന്ന് അവയെ വിളിച്ചു, ഇതാ ഞങ്ങളെന്ന് അവ പറഞ്ഞു. കണ്ടോ, നക്ഷത്രങ്ങൾ തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവ സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങുന്നു. ഹല്ലേലൂയ.
അവിടുന്നാണ് നമ്മുടെ ദൈവം. അവിടത്തോട് തുലനം ചെയ്യാൻ ഒന്നുമില്ല. അവിടുന്ന് അറിവിലേക്കുള്ള എല്ലാ വഴികളും കണ്ടെത്തി. അവളെ തന്റെ ദാസനായ യാക്കോബിനെ താൻ സ്നേഹിച്ച ഇസ്രായേലിന് കൊടുത്തു. അനന്തരം അവൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു. ദൈവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്. അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കും, അവളെ ഉപേക്ഷിക്കുന്നവൻ മരിക്കും. യാക്കോബേ, മടങ്ങി വന്ന് അവളെ സ്വീകരിക്കുക, അവളുടെ പ്രകാശത്തിന്റെ പ്രഭയിലേക്ക് നടക്കുക. നിന്റെ മഹത്വം അന്യനോ നിന്റെ പ്രത്യേക അവകാശം വിദേശിക്കോ കൊടുക്കരുത്. ഇസ്രായേലേ, നമ്മൾ സന്തുഷ്ടരാണ്. എന്നാൽ ദൈവത്തിന് പ്രീതികരമായവ എന്തെന്ന് നമുക്കറിയാം. അതാണ് തിരിച്ചു വന്ന ഇസ്രായേലിന്റെ അവസ്ഥയാണ്. ജ്ഞാനമാണ്. അപ്പൊ ജ്ഞാനത്തിലൂടെ മാത്രമേ, ദൈവിക ജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. നമുക്കതിനു വേണ്ടി ദാഹിക്കാം. അതാണ് 19-ാം സങ്കീർത്തനത്തിന്റെ വിഷയം. 19-ാം സങ്കീർത്തനമാണ് അടുത്ത. 19-ാം സങ്കീർത്തനം നമുക്ക് പാടാം. എന്താണത്? ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോടവിരാമം സംസാരിക്കുന്നു, രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. അതാണ് ജ്ഞാനം. ജ്ഞാനം മൗനമായിട്ട് വിജ്ഞാനം പകരും. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിന്റെ അതിർത്തിയോളമെത്തുന്നു. അവിടെ സൂര്യനൊരു കൂടാരം അവിടുന്ന് നിർമ്മിച്ചിരിക്കുന്നു. മണവറയിൽ നിന്ന് മണവാളൻ എന്ന പോലെ സൂര്യൻ അതിൽ നിന്നും പുറത്തു വരുന്നു. മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടം ആരംഭിക്കുന്നു. കണ്ടോ, ഇതെന്താണ് ഇവിടെ പറയുന്നത്? ഈശോയെ കുറിച്ചാണ്. അവൻ മണവറയിൽ നിന്ന് മണവാളൻ എന്ന പോലെ. മണവാളൻ ആരാണ്? ഈശോ. മണവറയിൽ ആരുണ്ട്? മണവാട്ടി. ആരാണ് മണവാട്ടി? ജനം, ദൈവജനം മുഴുവനും. മണവറയിൽ നിന്ന് മണവാളൻ എന്ന പോലെ സൂര്യൻ അതിൽ നിന്നും പുറത്തു വരുന്നു. മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ. എന്താണ് മല്ലൻ പ്രസന്നനാവുന്നത്? എപ്പോഴാണ്? യുദ്ധം ജയിച്ചിരിക്കുന്നു. അതാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് സകലത്തെയും തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് സകലത്തിന്റെ മേലും വിജയമാഘോഷിച്ചുകൊണ്ട് വീണ്ടും അനാദി മുതൽ അനന്തത വരെ ഇതാ കർത്താവ് വീണ്ടും വരുമ്പോൾ സകല മനുഷ്യരെയും ഉയർപ്പിച്ചുകൊണ്ട് മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ മണവറയിൽ നിന്ന് പുറത്തു വരുന്നു. അതാണ് 45-ാം സങ്കീർത്തനത്തിൽ നമ്മൾ പാടുന്നത്. രാജകുമാരി സ്വർണക്കശ ഉടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു. വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. ഹല്ലേലൂയ. ആകാശത്തിന്റെ ഒരറ്റത്തവൻ ഉദിക്കുന്നു, മറ്റേ അറ്റത്തവൻ അയനം പൂർത്തിയാകുന്നു. അതാണ് കിഴക്ക് നിന്ന് മറ്റേ അറ്റം വരെ മിന്നൽ പോലെ വരുന്ന അവിടുത്തെ വീണ്ടും വരവ്. അവന്റെ ചൂടിൽ നിന്ന് ഒളിക്കാൻ ഒന്നിനും കഴിയില്ല. അതായത് സൂര്യനെ പോലെ എന്ന് പറഞ്ഞാൽ കേട്ടോ, ഒരു ദിവസം തന്നെ സൂര്യൻ എല്ലാ മനുഷ്യർക്കും ചൂട് കൊടുക്കുന്നു. എല്ലാ മനുഷ്യർക്കും ഒറ്റ ദിവസം കൊണ്ട്, ഒരു ദിവസത്തിൽ ആ സൂര്യന്റെ ചൂടിൽ നിന്ന് ഒരു മനുഷ്യനും അകന്നു നിൽക്കുന്നില്ല. എന്ന പോലെ
അന്ത്യദിനത്തിൽ ആകാശത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ ഈശോ വരുമ്പോൾ എല്ലാ മനുഷ്യരും അവനെ ദർശിക്കും. കർത്താവിന്റെ നിയമം അവികലമാണത്, ആത്മാവിന് പുതുജീവൻ പകരുന്നു. കണ്ടോ, ഇതാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയിലും ഈശോ നൽകുന്ന ജ്ഞാനം. കർത്താവിന്റെ സാക്ഷ്യം വിശ്വാസ്യമാണത്, വിനീതരെ വിജ്ഞാനികളാക്കുന്നു. അതാണ് കർത്താവിന്റെ സാക്ഷ്യം. എന്താണ് സാക്ഷ്യം? ഈശോ സ്വർഗത്തിൽ ചെന്നിട്ട് അവിടെ കണ്ട കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന എന്റെ സാക്ഷ്യം ആരും കേൾക്കുന്നില്ല. അതാണ് കർത്താവിന്റെ സാക്ഷ്യം. നമ്മൾ മനുഷ്യരുടെ സാക്ഷ്യങ്ങളുടെ പുറകെ പോകുന്നു. കർത്താവിന്റെ സാക്ഷ്യം വിശ്വാസ്യമാണത്, വിനീതരെ വിജ്ഞാനികളാക്കുന്നു. അതാണ് കർത്താവിന്റെ കൽപ്പനകൾ നീതിയും. അതാണ് ഈശോയുടെ കൽപ്പനയാണ് ഇവിടെ പറയുന്നത്. ഈശോ നൽകിയിരിക്കുന്ന പുതിയ കൽപ്പന. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ 2-ാമത്തെ വചനം പറയുന്നുണ്ട്, യേശുവിന്റെ കൽപ്പനകൾ പാലിക്കുവിൻ. അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിന്റെ പ്രമാണം വിശുദ്ധമാണത്, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ദൈവഭക്തി നിർമ്മലമാണത്, എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ വിധികൾ സത്യമാണവ, തികച്ചും നീതി പൂർണ്ണമാണവ. പൊന്നിനെയും തങ്കത്തെയും കാളഭികാമ്യമാണവ, തേനിനെയും തേൻകട്ടയെയും കാൾ മധുരമാണവ തന്നെയാണി ദാസനെ പ്രബോധിപ്പിക്കുന്നത്. സത്യമാണ് സ്നേഹമുള്ളവരെ, സത്യമാണ്. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ദിവസമില്ല. അവ പാലിക്കുന്നവന് വലിയ സമ്മാനം ലഭിക്കും. എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും. മഹാപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും. എന്താണ് മഹാപരാധം? അതാണ് അഗസ്തീനോസ് പിതാവ് പറയുന്നത്. മഹാപരാധം എന്ന് പറയുന്നത് ആദ്യത്തെ അപരാധം മനുഷ്യന്റെ അഹങ്കാരമാണ്. മനുഷ്യന്റെ അഹങ്കാരം, മാലാഖമാരുടെ അഹങ്കാരത്തിൽ നിന്നും അത് വന്നു. നമ്മളിലുള്ള അഹങ്കാരമാണ് മഹാപരാധം. എൻ്റെ അഭയശിലയും. അതുകൊണ്ടാണ് ഈശോ മിശിഹ വിനീതനായിട്ട് തന്നെ തന്നെ താഴ്ത്തി. ദൈവമായിരുന്നവൻ ഒരഹങ്കാരവും കാണിക്കാതെ തന്നെ തന്നെ താഴ്ത്തി ഒരടിമയായി മനുഷ്യന്റെ കാല് കഴുകി കുരിശു മരണത്തോളം താഴ്ത്തിയത് മാലാഖമാരും മനുഷ്യനും ചെയ്ത അഹങ്കാരത്തിൽ നിന്നും മനുഷ്യവംശത്തെ മോചിപ്പിക്കാനാണ്. മഹാപരാധത്തിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും. എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. Praise the Lord. ദൈവമേ, ഈ പെസഹ തിരുനാളിൽ നമുക്ക് നമ്മുടെ അഹങ്കാരത്തെ കുരിശിൽ തറയ്ക്കാം. കുരിശിൽ തറയ്ക്കണം. നിസ്സാര കാര്യമല്ല. ഇത് പറയാൻ പോലും നമുക്ക് അർഹതയില്ല. ഇതത്ര എളുപ്പം നടക്കുന്ന കാര്യവുമല്ല. വളരെയധികം പ്രാർത്ഥിച്ചാലാണ് ഇത് സാധിക്കുകയുള്ളൂ.
ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ള പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജനതകളെ വിളിച്ചുകൊണ്ട് അങ്ങ് സഭയെ എപ്പോഴും വർദ്ധമാനമാക്കുന്നുവല്ലോ. ജ്ഞാനസ്നാന ജലത്താൽ കഴുകി നിർമ്മലരായവരെ നിരന്തര സംരക്ഷണത്താൽ ദയാപൂർവം പരിപാലിക്കാൻ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി. നമ്മൾ ഇന്നത്തെ ഈ ശുശ്രൂഷ ഇവിടെ നിർത്തുന്നു. നമുക്ക് ആ ഗാനത്തിന്റെ അവസാന ഭാഗം ഒന്ന് പാടാൻ നോക്കാം. ഈസ്റ്റർ സോങ്. വംശത്തിന്മേൽ എല്ലാവരും ചേർന്ന് കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ, അവിടത്തെ നാമത്തിനായി ശുദ്ധീകരിച്ച് തെളിച്ചൊരു കൈത്തിരി പൊലിയാതെ കൂരിരുൾ നീക്കിടട്ടെ, മങ്ങാതെ കൂരിരുൾ നീക്കിടട്ടെ. അക്ഷയജ്യോതിസായി ശോഭിക്കും നക്ഷത്രം നിൻ പ്രിയപുത്രനാം ക്രിസ്തുദേവൻ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു, മഞ്ഞിലും എണ്ണിലും നീതിപൂർവം. ഞങ്ങൾ അവിടത്തെ നാമമഹത്വത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരു കൈത്തിരി ഉന്മാദെ കൂരിരുൾ നീക്കിടട്ടെ, മങ്ങാതെ കൂരിരുൾ നീക്കിടട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഈ ദിവസങ്ങളിലെ പെസഹാചരണത്തിന്റെ ആത്മീയ നിറവുണ്ടാകട്ടെ. നിങ്ങളിത് നമ്മുടെ ഈ ഇത്രയും നാളത്തെ എല്ലാ ക്ലാസ്സുകളിലൂടെയും നിങ്ങൾക്ക് കിട്ടിയ ആ അഭിഷേകമെല്ലാം ഈ നമ്മളതിൻ്റെ ബുദ്ധിപൂർവം മനസ്സിലാക്കിയാൽ പോരാ, അത് ലിറ്റർജിയിൽ ആരാധനക്രമത്തിൽ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായ അനുഭവത്തിലേക്ക് വരിക. നിങ്ങൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്കുണ്ടായ അനുഭവം എന്നെ എഴുതി അറിയിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്.